വൃത്തിയാക്കാനായിട്ട് പുറത്തേക്ക് വെച്ച ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ അകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലുള്ളതാണ് കേട്ടോ വെക്കുന്നത്. കിച്ചണിൽ ഈ ഭരണിയുടെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഭരണി അടച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ ഭരണി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്ത ഈ ലക്കി ബാമ്പു ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ഭാഗത്താട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ ആദ്യം വെച്ചതല്ല, മാറ്റി ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അടുത്തത് വെച്ച് കൊടുത്തു. അടുത്തത് മണി പ്ലാന്റ് ആട്ടോ വെച്ച് കൊടുത്തത്. പക്ഷേ അതും എനിക്കങ്ങ് ശരിയായില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയ പ്ലാന്റ് തന്നെ വെച്ചു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഈ ഒരു പ്ലാന്റ് വന്നപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിള്ളേരൊന്നും തട്ടിയിടൂലെന്ന് വിചാരിച്ചിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ വലിയ മണി പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഈ പ്ലാന്റിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ശരിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ 2 പ്ലാന്റ്സ് ആണുള്ളത്. ഇതിലൊരെണ്ണം നമ്മൾ ഈ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് ഉണ്ട്, അത് ഞാൻ തൈരിൻ്റെ ഒരു പാത്രത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പ്ലാന്റ്സിൻ്റെ പീസസ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ തൈരിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കും. എന്നിട്ട് പിന്നെ അത് നല്ല ചട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പിങ്ക് പോട്ടിലാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ ഈ ഷൂ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുളിപ്പിക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ ഇലകളും മഴുക്കൊക്കെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി നമ്മൾ വേസ്റ്റിലിട്ടു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്.